ഗുഡ് മോർണിംഗ് ഓൾ. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുർദിസ്ഥാൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുമായിട്ട് നമുക്ക് ഇന്നത്തെ ന്യൂസ് ഡെസ്ക് ആരംഭിക്കാം. ന്യൂസ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ എമിറ്റ്സ് റീജിയണൽ ഫെർമെന്റ് കോഴ്സ് കേസ് ഫോർ സ്റ്റേറ്റ്ഹുഡ്. നമ്മൾ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ റീജിയൻ എടുത്ത് നോക്കുവാണെങ്കിൽ ദ റീജിയൻ ഈസ് അണ്ടർഗോയിങ് മേജർ ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ്. അതായത് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ വീക്കെൻഡ് ഇറാൻ, സിവിൽ വാർസ് ഇൻ സിറിയ ആൻഡ് ഇറാഖ്, ഇതൊക്കെയാണ് ആ ഒരു വെസ്റ്റ് ഏഷ്യയിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കുർദുകൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ സീസ് ഇറ്റ് എസ് ഓപ്പണിംഗ്സ് ഫോർ കുർദിഷ് ആസ്പിറേഷൻസ് ഓഫ് സ്റ്റേറ്റ്ഹുഡ്. ഇനി പ്രോട്ടോ കുർദിഷ് സ്റ്റേറ്റ് ആൻഡ് ചലഞ്ചസ് നോക്കുവാണെങ്കിൽ കുർദിഷ് എൻറ്റിറ്റീസ് ലൈക്ക് ദ KRG ഇൻ ഇറാഖ് ആൻഡ് SDF ഇൻ സിറിയ ഹോൾഡ് ഡിഫാക്ടോ പവർ ബട്ട് ഫേസ് ഒപ്പോസിഷൻ ഫ്രം നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തുർക്കി, ഇറാൻ, ഇറാഖ് ഒക്കെ ഇവർക്ക് ഈ കുർദുകൾക്ക് എതിരാണ്. ഈ ഒരു സിയോണിസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഇസ്രായേലിലെ സിയോണിസത്തിന് കിട്ടുന്ന ഒരു വെസ്റ്റേൺ ബാക്കിംഗ് ആർക്ക് കിട്ടുന്നില്ല, ഈ ഒരു കുർദുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി പ്രോസ്പെക്ട്സ് എമിഡ് റിപ്രഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്പൈറ്റ് ഹിസ്റ്റോറിക്കൽ ഓപ്പറേഷൻ ആൻഡ് ഫ്രാഗ്മെന്റഡ് ഐഡന്റിറ്റി Kurdish statehood dreams are resurfacing but remain uncertain due to geopolitical complexity, lack of unity and regional hostility. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അബ്രഹാം അക്കോർഡ് ആണ്, നോർമലൈസേഷൻ എഗ്രിമെന്റ് ആണ്. ദീസ് ആർ എ സീരീസ് ഓഫ് എഗ്രിമെന്റ്സ് ദാറ്റ് നോർമലൈസ്ഡ് റിലേഷൻസ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് സെവറൽ അറബ് സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ UAE, ബഹ്റൈൻ ആൻഡ് മൊറോക്കോ സ്റ്റാർട്ടിങ് ഇൻ 2020 ഇത് സ്റ്റാർട്ട് ചെയ്തത്. സുഡാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്തൊരു ഡിക്ലറേഷൻ സൈൻ ചെയ്തിട്ടുണ്ട്. US ആണ് ഈ ഒരു അബ്രഹാം അക്കോർഡ് ബ്രോക്കർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഈ അബ്രഹാം അക്കോർഡിനെ. ദേ റെപ്രസെന്റ് എ ഷിഫ്റ്റ് ഇൻ ദ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്ട് ഫോസ്റ്ററിംഗ് ഓപ്പൺ റിലേഷൻസ് ആൻഡ് കോഓപ്പറേഷൻ ഇൻ വേരിയസ് സെക്ടേഴ്സ് ലൈക്ക് ട്രേഡ് ആൻഡ് സെക്യൂരിറ്റി. ഇനി PKK എന്ന് പറഞ്ഞിട്ടൊരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ട്. നോക്കുവാണെങ്കിൽ ഒരു കുർദിഷ് മിലിറ്റന്റ് ഗ്രൂപ്പാണ് കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി. കുർദിഷ് മിലിറ്ററി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്, ആംഡ് ഗ്രൂപ്പാണ്, പ്രൈമർലി ആക്റ്റീവ് ഇൻ കുർദിഷ് റീജിയൻസ് ഓഫ് തുർക്കി, ഇറാഖ് ആൻഡ് സിറിയ. ഇതൊരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. തുർക്കിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ എന്താണ്, ഇതൊരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. ഇതെന്ത് ചെയ്യുന്നത്, ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ബൈ തുർക്കി, US ആൻഡ് യൂറോപ്യൻ യൂണിയൻ. ഇനി SDF എന്ന് പറഞ്ഞ മറ്റൊരു സംഘടനയുണ്ട്, കുർദിഷ് ലെഡ് കൊലീഷൻ ആണ്, സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ്. US ബാക്ക്ഡ് കൊലീഷൻ ഓഫ് മിലിറ്റൻസ് ഇൻ സിറിയ ആണ്, മെയിൻലി കമ്പോസ്ഡ് ഓഫ് കുർദിഷ്, അറബ് ആൻഡ് അസീരിയൻ ഫൈറ്റേഴ്സ്. അതുപോലെ തന്നെ YPG, പീപ്പിൾസ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ്, കുർദിഷ് മിലിഷ്യ വിത്ത് ടൈസ് ടു PKK ഈസ് മേജർ കോമ്പോണന്റ്. ഇവരെന്താണ്, ആന്റി ISIS ആണ്. ആക്ച്വലി ഇവർ ISISനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, പക്ഷേ ISISനെ എതിർക്കുന്ന ആൾക്കാരാണ്. തുർക്കീസ് ഒപ്പോസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുർക്കി വ്യൂസ് ദ SDF as an extension of the PKK and opposes its presence near its ബോർഡർ. അതായത് തുർക്കിക്ക് ആക്ച്വലി ഈ ഒരു SDF എന്ന് പറയുന്നത് ഒരു ഭീഷണിയാണ്. സോ തുർക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഘടനയെ എതിർക്കുന്നുണ്ട്. ഇനി KRG നോക്കുവാണെങ്കിൽ കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റ്. KRG is the official government governing body of the semi-autonomous Kurdistan region in northern Iraq with capital in Erbil. ഇതൊരു ഓട്ടോണമസ് റീജിയൻ ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1992. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പാർലമെന്റ്, അതുപോലെ തന്നെ ക്യാബിനറ്റ് ആൻഡ് ആംഡ് ഫോഴ്സസ്. ഇനി ഒരു ഇൻഡിപെൻഡന്റ് റഫറൻഡം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2017. റഫറൻഡം ഓൺ കുർദിഷ് ഇൻഡിപെൻഡൻസ് ഫ്രം ഇറാഖ് വാസ് ഹെൽഡ്. മെജോറിറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന് ഫേവർ ആയിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ എന്താണ്, ഇറ്റ് വാസ് ഡീംഡ് ഇല്ലീഗൽ ബൈ ദ ഇറാഖി ഫെഡറൽ ഗവൺമെന്റ്. വെസ്റ്റ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സ് നോക്കുവാണെങ്കിൽ റീജിയണൽ കോൺഫ്ലിക്ട്സ് കുറേ ഉണ്ട്. ദ റീജിയൻ ഈസ് മാർക്ക്ഡ് ബൈ ഓൺഗോയിങ് കോൺഫ്ലിക്ട്സ് ഇൻക്ലൂഡിംഗ് ദ ഇസ്രായേൽ പലസ്തീനിയൻ കോൺഫ്ലിക്ട്. അതുപോലെ തന്നെ എന്താണ്, സിറിയൻ സിവിൽ വാർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റീജിയനിൽ ഇപ്പം പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ് പവർ കോമ്പറ്റീഷൻ ആണ് നമുക്ക് ഈ ഒരു വെസ്റ്റ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അലയൻസസ് നോക്കുവാണെങ്കിൽ ഓൾവേസ് എന്താണ്, ഷിഫ്റ്റിംഗ് അലയൻസസ് ആണ് ഈ ഒരു വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ ഉള്ളത്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് GS2 ഇന്റർനാഷണൽ റിലേഷനിൽ എത്നിക് കോൺഫ്ലിക്ട്സ്, സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ഓഫ് വെസ്റ്റ് ഏഷ്യ. അതുപോലെ തന്നെ GS3 സെക്യൂരിറ്റിയിലും റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, അതായത് PKK, SDF, റീജിയണൽ ടെററിസം, സെപ്പറേറ്റിസം എക്സെട്ര. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് നോക്കുവാണെങ്കിൽ ഗ്ലോബൽ പവർ ഷിഫ്റ്റ്സ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ എത്നിക് മൈനോറിറ്റി ഇഷ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ന്യൂസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിരുന്നു, ട്രംപ്നോമിക്സ് എന്ന് പറഞ്ഞിട്ട് ട്രംപിന്റെ താരിഫ് ഇമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ ടേമിനോളജി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്താണ്, വെയർ താരിഫ്സ് ഫ്രം എക്കണോമിക്സ്, അതായത് ഗ്ലോബൽ എക്കണോമിക് ഇമ്പാക്ട് നോക്കുകയാണ് ഈ താരിഫ് ട്രേഡിന്റെ. എന്താണ്, US പ്രസിഡന്റ് ട്രംപ്സ് റെസിപ്രോക്കൽ താരിഫ് പോളിസി ഹാസ് ലെഡ് ടു എ ഡ്രോപ്പ് ഇൻ ക്രൂഡ് ഓയിൽ പ്രൈസസ്, ഹൈറ്റൻഡ് ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ്, മാർക്കറ്റ് വോളറ്റിലിറ്റി ആൻഡ് ഫിയേഴ്സ് ഓഫ് ഫുൾ ബ്ലോൺ ട്രേഡ് വാർ, എസ്പെഷ്യലി എന്താണ് അഫക്റ്റിംഗ് എക്സ്പോർട്ട് ഡിപെൻഡന്റ് എക്കോണമീസ് ലൈക്ക് വിയറ്റ്നാം, കംബോഡിയ ആൻഡ് ഇന്ത്യ. ഇനി എഫക്ട് ഓൺ ഏഷ്യ ആൻഡ് ഇന്ത്യ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യൻ എക്കോണമീസ് ആർ സിവിയർലി ഹിറ്റ്. ഇന്ത്യ എന്താണ്, $7.76 ബില്യൺ എക്സ്പോർട്ട് ലോസ് ടു US. ആക്ച്വലി നമുക്ക് US ആയിട്ട് ട്രേഡ് സർപ്ലസ് ആണുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് എന്താണ്
US ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു 7.76 ബില്യൺ എക്സ്പോർട്ട് ലോസ് ഈ ഒരു ട്രേഡ് വാർ കാരണം ഉണ്ടായിട്ടുണ്ട്. ദിസ് ഡിമാൻഡ്സ് അർജന്റ് ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ വിത്ത് ഇന്ത്യ നീഡിംഗ് ടു ഫാസ്റ്റ് ട്രാക്ക് ട്രേഡ് ഡീൽസ് വിത്ത് ദ യൂറോപ്യൻ യൂണിയൻ, UK, കാനഡ ആൻഡ് ബോൾസ്റ്റർ റീജിയണൽ ടൈസ്. സ്ട്രക്ചറൽ ട്രേഡ് പോളിസി ചാലഞ്ചസ് നോക്കുകയാണെങ്കിൽ US താരിഫ് കാൽക്കുലേഷൻ ഈസ് based on a flawed formula ignoring services, trade and actual market openness. India must reform tariffs, simplify GST and upgrade quality standards to leverage global shifts rather than running inward prematurely. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന് റെസിപ്രോക്കൽ താരിഫ് എന്താണെന്ന് നോക്കണം. മാച്ചിങ് താരിഫ്സ് ആണ്. ദീസ് ആർ താരിഫ്സ് ഇമ്പോസ്ഡ് ബൈ വൺ കൺട്രി ഓൺ അനദർ ഇൻ റെസ്പോൺസ് ടു ദ ലേറ്റസ്റ്റ് താരിഫ്സ് ഓൺ ഇറ്റ്സ് എക്സ്പോർട്സ്. The goal is often to ensure fair trade or protect domestic industries. Negotiation tool ആയിട്ടാണ് ആക്ച്വലി ഈ റെസിപ്രോക്കൽ താരിഫ് യൂസ് ചെയ്യുന്നത്. They can be used as a tool to pressure other countries to lower their tariff or remove trade restrictions. ഇനി പൊട്ടൻഷ്യൽ ഫോർ ട്രേഡ് വാർസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. റെസിപ്രോക്കൽ താരിഫ് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഒരു ട്രേഡ് വാർ സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇനി ട്രേഡ് ഡെഫിസിറ്റ് നോക്കുവാണെങ്കിൽ ഇമ്പോർട്ട്സ് എക്സീഡ്സ്, അതായത് ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ imports exceeds exports. A trade deficit occurs when a country imports more goods and services than its export over a specific period. In indicator of economic factors എന്തൊക്കെയാണ് trade deficit? It can reflect strong domestic demand, higher investment relative to savings, or a lack of competitiveness in certain export sectors. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഇമ്പാക്ട് ആയിരിക്കും ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാക്കുക. വൈൽ ഓഫൻ വ്യൂഡ് നെഗറ്റീവ്ലി, ട്രേഡ് ഡെഫിസിറ്റ് ക്യാൻ ഹാവ് ബോത്ത് അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ എന്താണ് ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇന്ത്യയുടെ എക്സ്പോർട്ട് ട്രെൻഡ്സ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഗ്രോത്തിൽ ടോട്ടൽ എക്സ്പോർട്സ് ഹാവ് ജനറലി ഷോൺ ആൻ അപ്വേർഡ് ട്രെൻഡ് ഇൻ റീസെന്റ് ഇയേഴ്സ്. അതുപോലെ എക്സ്പോർട്ട് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ കമ്പയർഡ് ടു 2022 എന്താണ് എക്സ്പോർട്സ് കുറവാണ്. കീ എക്സ്പോർട്ട് സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നെന്താണ് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, രണ്ട് ഇലക്ട്രോണിക്സ്, പിന്നെ ഫാർമസ്യൂട്ടിക്സ്, അതുപോലെ തന്നെ ജെംസ് ആൻഡ് ജുവലറി ആൻഡ് ടെക്സ്റ്റൈൽസ്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്സ് ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റ്സ് ലൈക്ക് ദ US, UK and UAE remain important. India is also focusing on diversifying its export destination and exploring new markets. US has become India's top trading partner in financial year 25. അതുപോലെ തന്നെ ഇന്ത്യ US ട്രേഡ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എന്താണ് US ആയിട്ട് ട്രേഡ് സർപ്ലസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ കീ ട്രേഡഡ് ഗുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ drug formulations and biologicals, telecom instruments, precious stones, petroleum products, jewelry etc. ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് US-ലേക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. ഇനി ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള എന്തൊക്കെയാണ് ഇന്ത്യസ് ഫോറിൻ പോളിസി ആൻഡ് ട്രേഡ് ഡിപ്ലോമസി വിത്ത് US, യൂറോപ്യൻ യൂണിയൻ ആൻഡ് ആസിയാൻ. അതുപോലെ തന്നെ GS3 ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ ട്രേഡ് വാർസ് ഓൺ ഇന്ത്യൻ എക്കോണമി, റിഫോംസ് നീഡഡ് ഇൻ ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് പ്രൊട്ടക്ഷനിസം. ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും US ആണ് ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ണർ. അത് എക്സ്പോർട്ട് വാല്യൂ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം ആരാണ് വരുന്നത് UAE ആണ്, അതിനുശേഷം വരുന്നവരാണ് നെതർലൻഡ്സ് ആണ്, പിന്നെയാണ് ചൈന വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. സിംഗപ്പൂർ, യുണൈറ്റഡ് കിങ്ഡം, സൗദി അറേബ്യ, ബംഗ്ലാദേശ്, ജർമ്മനി ആൻഡ് ഇറ്റലി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസ് എന്താണ്? DCGI urged to lay down stringent guidelines on use of new antibiotics. ആന്റിബയോട്ടിക്സ് എന്താണ് എവർ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആന്റിബയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ്. പുതിയതായിട്ട് നമുക്കിപ്പം പഠിക്കാൻ വന്നിരിക്കുന്ന ആന്റിബയോട്ടിക് ഏതാണ്? സെഫ്റ്റാസിഡൈൻ ആവി പാക്ടം. ഇതെന്താണ്? ക്രിട്ടിക്കൽ ലാസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക് ആണ്. ലോസിങ് എഫക്റ്റീവ്നെസ് ഇൻ ഇന്ത്യ ഡ്യൂ ടു ഇറാഷണൽ ഓവർ യൂസ് ഈവൻ ഇൻ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് ഡെസ്പൈറ്റ് ബീങ് ഇന്റൻഡഡ് ഓൺലി ഫോർ ഡ്രഗ് റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻസ്. അതായത് ലാസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് ബാക്കിയുള്ള ആന്റിബയോട്ടിക്സ് ഒന്നും ഫലപ്രദമായില്ലെങ്കിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് ആണ് ഇത് ലാസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ലാസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക്സിൽ പെടുന്ന സെഫ്റ്റാസിഡൈൻ IV ബാക്ടം ഈ ഒരു ആന്റിബയോട്ടിക് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അത് നമ്മളിപ്പം യൂസ് ചെയ്യുവാണെങ്കിലും അത് അത്ര ഫലപ്രദമല്ലാതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓവർ യൂസ് കാരണം. അതാണ് ഒരു കൺസേൺ ആയിട്ട് പറയുന്നത്. അതിന് എന്താണ് റെഗുലേറ്ററി ഗ്യാപ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ DCGI ഹാസ് അപ്രൂവ്ഡ് യൂസേജ് ഇൻഡിക്കേഷൻസ് ബട്ട് ലാക്സ് എ സ്ട്രിക്ട് റെഗുലേറ്ററി പാത്വേ ഓർ എൻഫോഴ്സ്മെന്റ് മെക്കാനിസം ടു പ്രിവെന്റ് മിസ്യൂസ് ലീഡിംഗ് ടു ഇൻക്രീസിംഗ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ അർജന്റ് നീഡ് ഫോർ ആന്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് വേണമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. വിത്ത് ന്യൂ ആന്റിബയോട്ടിക്സ് ഏതാണ്? സെഫിഡെറോസോൾ, അതുപോലെ തന്നെ സെഫിപൈൻ, സിഡിബാക്ടം സെറ്റ് ടു എൻ്റർ ദ ഇന്ത്യൻ മാർക്കറ്റ്. എക്സ്പേർട്സ് urge the government to immediately implement clear stewardship protocols to prevent
റിപ്പീറ്റിംഗ് പാസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് വേഴ്സണിങ് ഇന്ത്യസ് AMR ക്രൈസിസ്. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ളത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്താണ്. AMR എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ടു മെഡിസിൻസ് ആണ്. ആർക്കാണ്? വെൻ മൈക്രോ ഓർഗാനിസംസ് സച്ചസ് ആരൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗി, പാരസൈറ്റ് ഒക്കെ ബിക്കം റെസിസ്റ്റൻസ് ടു ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് മേക്കിംഗ് ഇൻഫെക്ഷൻസ് ഹാർഡർ ടു ട്രീറ്റ്. ഇനി ഗ്ലോബൽ ഹെൽത്ത് ത്രെറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മേജർ ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് കൺസേൺ ദാറ്റ് ക്യാൻ ലീഡ് ടു ട്രീറ്റ്മെന്റ് ഫെയിലിയേഴ്സ്, ഇൻക്രീസ്ഡ് ഹെൽത്ത് കെയർ കോസ്റ്റ് ആൻഡ് ഹയർ മോർട്ടാലിറ്റി റേറ്റ്സ്. ഇനി നമ്മൾ ഈ പറഞ്ഞ ആന്റിബയോട്ടിക്കിനെ കുറിച്ച് നോക്കാം. സെഫ്റ്റാസിഡൈൻ AV-ബാക്ടം കോമ്പിനേഷൻ ആന്റിബയോട്ടിക് ആണ്. കണ്ടെയ്നിങ് സെഫ്റ്റാസിഡൈൻ അതുപോലെ തന്നെ ആൻഡ് AV-ബാക്ടം. ട്രീറ്റിംഗ് റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇൻക്ലൂഡിങ് സം കോസ്റ്റ് ബൈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഇനി AV-ബാക്ടമിന്റെ റോൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ AV-ബാക്ടം ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ബൈ പ്രിവെന്റിംഗ് ബാക്ടീരിയ ഫ്രം ബ്രേക്കിംഗ് ഡൗൺ സെഫ്റ്റാസിഡൈൻ. DCGI നോക്കുകയാണെങ്കിൽ ഡ്രഗ് റെഗുലേറ്റർ ഇൻ ഇന്ത്യ ആണ്. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് DCGIന്റെ അബ്രീവേഷൻ. ഹെഡ്സ് ദ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ഇൻ ഇന്ത്യ. അപ്രൂവൽ ആൻഡ് ബാൻ അതോറിറ്റി ആണ്. ഈ നമ്മൾ ഇന്ത്യയിൽ എന്താണ് ഡ്രഗ്സ് അപ്രൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബാൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? DCGI ആണ്. ഇനി ലാസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ് ലാസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സ് യൂസ്ഡ് ആസ് ലാസ്റ്റ് റിസോർട്ട് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ് കോസ്ഡ് ബൈ ബാക്ടീരിയ റെസിസ്റ്റന്റ് ടു മോസ്റ്റ് അതർ അവൈലബിൾ ആന്റിബയോട്ടിക്സ്. ഇനി കൊളിസ്റ്റിൻ ബാൻഡ് ഇൻ ഫുഡ് പ്രൊഡ്യൂസിങ് ആനിമൽസ് ആണ്. DCGI ഇന്ത്യ ബാൻഡ് ദ യൂസ് ഓഫ് ആന്റിബയോട്ടിക്. എന്താണ്? ഒരു കൊളിസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു ആന്റിബയോട്ടിക് ആണ്. നിങ്ങൾ ഓർത്തിരിക്കുക, കൊളിസ്റ്റിൻ എന്താണ്? ഒരു ലാസ്റ്റ് റിസോർട്ട് ആന്റിബയോട്ടിക് ആയിട്ടാണ് കൊളിസ്റ്റിൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കൊളിസ്റ്റിൻ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡ്രസ് AMR സ്പ്രെഡ്, അതായത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ സ്പ്രെഡ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊളിസ്റ്റിൻ യൂസ് ചെയ്യുന്നത്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്ന് GS2 റോൾ ഓഫ് ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി ബോഡീസ് ഇൻ പബ്ലിക് ഹെൽത്ത് ഗവേണൻസ്. അതുപോലെ തന്നെ GS3 ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹെൽത്ത് സയൻസ് ആൻഡ് ടെക് ആൻഡ് ദ ചലഞ്ച് ഓഫ് AMR ഓൺ ഇന്ത്യാസ് ഹെൽത്ത് കെയർ സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇന്ന് നമുക്കറിയാം ഏപ്രിൽ 25 എന്താണ്? വേൾഡ് മലേറിയ ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസിലേക്ക് എടുത്തത് പോകാം. ദ മോസ്കിറ്റോ എഫക്ട്, ഹൗ മലേറിയൽ കാവോസ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ഹിസ്റ്ററി. ന്യൂസ് നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ മലേറിയയുടെ ഹിസ്റ്റോറിക് ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് മലേറിയ ട്രാൻസ്മിഷൻ എവിടെ നിന്നാണ്? 1880 to 1900 ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ്ഡ് യൂറോപ്യൻ ട്രൂപ്പ് മോർട്ടാലിറ്റി എനേബിളിംഗ് ദ സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക ആൻഡ് ഡീപ്പനിങ് കൊളോണിയൽ എക്സ്പാൻഷൻ. അതുപോലെ തന്നെ കൊളോണിയൽ ആൻഡ് റേഷ്യൽ ലീഗസി നോക്കുകയാണെങ്കിൽ മലേറിയ ഷേപ്ഡ് റേഷ്യലൈസ് ലേബർ മാർക്കറ്റ്സ് എസ്പെഷ്യലി ഇൻ ദ സ്ലേവ് ട്രേഡ്. അതായത് ഈ ഒരു സ്ലേവ് ട്രേഡിന്റെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അത് റേഷ്യലൈസ് ചെയ്യുന്നതിൽ മലേറിയയ്ക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത്. മോഡേൺ പബ്ലിക് ഹെൽത്ത് ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ ഡെസ്പൈറ്റ് വാക്സിൻസ് ലൈക്ക് RTS ആൻഡ് പ്രിവെൻഷൻ മെത്തേഡ്സ്, അതെന്താണ് ബെഡ് നെറ്റ്സും അതുപോലെ തന്നെ സ്പ്രേയിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാലും മലേറിയ സ്റ്റിൽ കോസസ് 6 lakh+ ഡെത്ത്സ് ആനുവലി. ഇതാണ് മലേറിയയുടെ ഒരു ഹെൽത്ത് ത്രെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്താണ്? വേൾഡ് മലേറിയ ഡേ എന്താണ്? ആനുവൽ ഒബ്സർവൻസ് ആണ്. ഏപ്രിൽ 25 നമ്മൾ നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റൈസ് അവയർനെസ് about malaria and efforts needed to control and ultimately eliminate this global disease. 2025 തീം നോക്കുകയാണെങ്കിൽ തീം ഫോർ വേൾഡ് മലേറിയ ഡേ 2025 is Malaria ends with us reinvest, reimagine and reignite. ഇനി ഈ മലേറിയ കോസ് ചെയ്യുന്ന മോസ്കിറ്റോ ആണ് ഇത് അനോഫിലസ് mosquito. Malaria vector ആണ്. Female Anopheles mosquitoes are the primary vectors responsible for transmitting malaria parasites to humans through their bites. അതുപോലെ തന്നെ nocturnal biting ആണ്. They typically bite between dusk and dawn. വൈകുന്നേരം മുതൽ അടുത്ത ദിവസം രാവിലെ, അതായത് രാത്രി സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത് നോർമലി ഈ അനോഫിലസ് മോസ്കിറ്റോ നമ്മളെ കടിക്കുന്നത്. ഇനി RTS വാക്സിൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മലേറിയ വാക്സിൻ ആണ്. RTS is also known as Mosquirix is the first malaria vaccine to be recommended by the World Health Organization for broad use in children living in regions with moderate to high malaria transmission. ഇനി അതുപോലെ തന്നെ ടാർഗറ്റ്സ് എന്താണ്? P. falciparum, designed to protect against Plasmodium falciparum, the deadliest malaria parasite globally and the most prevalent in Africa. ഇനി Plasmodium falciparum എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെഡ്ലിയസ്റ്റ് മലേറിയ പാരസൈറ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സെവറൽ ഇൽനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
malaria characterized by complications like cerebral malaria, severe anemia and respiratory distress often resulting in death if untreated. അതുപോലെ തന്നെ ക്വിനൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. early anti-malarial drug ആണ്. Quinine is a naturally occurring alkaloid derived from the bark of the cinchona tree and was one of the earliest effective treatments for malaria. ഇതിന്റെ mechanism of action നോക്കുകയാണെങ്കിൽ it works by killing the malaria parasites on preventing their growth inside the red blood cells. ഇനി കറണ്ട് യൂസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ while still used in some cases particularly for severe malaria or in areas with resistance to other drugs, its use has been largely replaced by artemisinin-based combination therapies due to better efficiency and fewer side effects. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ GS പേപ്പർ 1 കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റീസ്, അതുപോലെ തന്നെ GS 2 പബ്ലിക് ഹെൽത്ത് ആൻഡ് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ, അതുപോലെ തന്നെ GS 3 സയൻസ് ആൻഡ് ടെക് ഇൻ മെഡിസിൻ, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസീസ് പാറ്റേൺസ്. ഇനി അടുത്ത ന്യൂസ് എന്താണ്? നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ തന്നെ റിലവൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ്? ഈസ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്റ്റിൽ റിലവൻ്റ്? അതായത് WTOന്റെ ക്രൈസിസ് ഓഫ് റിലവൻസ് ആണ് പറയുന്നത്. WTO is currently ineffective its negotiation function, അതായത് സിൻസ് ദോഹ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം, അത് അപ്പലേറ്റ് ബോഡി ആയിട്ടുള്ളതും ആൻഡ് ട്രേഡ് മോണിറ്ററിംഗ് റോൾ ആർ ലാർജ്ലി ഡിസ്ഫങ്ഷണൽ. The US has systematically undermined the WTO, making it nearly toothless in global trade governance. ഇനി MFN പ്രിൻസിപ്പിൾ ആൻഡ് FTA എന്താണെന്ന് നോക്കാം. The foundational most favored nation principle is being bypassed through raising FTAs and unilateral tariffs, especially by the US and others. India, though critical of WTO's agricultural rules, benefits from bilateral deals. ഇനി ചൈനാസ് റോൾ ഇൻ സിസ്റ്റമാറ്റിക് ഗ്യാപ്സ് എന്നാണ് നോക്കുകയാണെങ്കിൽ WTO's rules failed to anticipate and manage China's export dominance and market access restrictions. Lack of foresight on issues like excess production capacity has created distortions WTO can't currently address. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ MFN ക്ലോസ് എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 1 ഓഫ് ഗാട്ട് കരാറിന്റെ ഫസ്റ്റ് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്താണ്? നോൺ ഡിസ്ക്രിമിനേഷൻ ദ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ക്ലോസ് അണ്ടർ ആർട്ടിക്കിൾ 1 ഓഫ് ദ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ് റിക്വയർസ് ദാറ്റ് എനി അഡ്വാൻറ്റേജ്, ഫേവർ, പ്രിവിലേജ് ഓർ ഇമ്മ്യൂണിറ്റി ഗ്രാൻറ്റഡ് ബൈ WTO member to any product originating in or designated for any other country shall be accorded immediately and unconditionally to the like product originating in or destined to for the territories of all other WTO members. ഇനി ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ എക്സെപ്ഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. WTOയുടെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫോറം ഫോർ നെഗോസിയേഷൻസ് ആണ്. ഇപ്പം ട്രേഡിന്റെ കാര്യത്തിൽ, ട്രേഡ് റിലേഷൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻ നടത്തണമെങ്കിൽ, എന്തെങ്കിലും ഒരു തർക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗോസിയേഷൻസിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നതാണ് ആര്, അല്ലെങ്കിൽ ഫോറം ആയിട്ട് നിൽക്കുന്നതാണ് ആര്? WTO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ആണ്. പിന്നെ ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം ആണ്. എന്തെങ്കിലും ട്രേഡ് പോളിസീസ് ഒക്കെ വേൾഡ് ലെവലിൽ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുവന്ന ട്രേഡ് പോളിസീസിനൊക്കെ റിവ്യൂ ചെയ്യേണ്ടത് ആരാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഒരു അപ്പലേറ്റ് ബോഡി ആയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡിംഗ് ബോഡി ഓഫ് ദ WTO's ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സിസ്റ്റം ദാറ്റ് റിവ്യൂഡ് പാനൽ റിപ്പോർട്ട്സ് ഓൺ ലീഗൽ ഇഷ്യൂസ്. ഇപ്പൊ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും? WTO ഒരു അപ്പലേറ്റ് ബോഡി ആയിട്ടും കൂടി ആക്ട് ചെയ്യും. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് GS2 IR ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റോൾ ആൻഡ് ഡിക്ലൈൻ ഓഫ് WTO ഇൻ ഗ്ലോബൽ ഗവേണൻസ്, അതുപോലെ GS3 എക്കോണമിയിൽ ഗ്ലോബൽ ട്രേഡ് ഡൈനാമിക്സ്, പ്രൊട്ടക്ഷനിസം, ഇമ്പാക്ട് ഓൺ താരിഫ്സ് ഓൺ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇനി ഇന്ത്യ സ്റ്റാൻഡ്സ് ഓൺ അഗ്രികൾച്ചറൽ സബ്സിഡീസ് ആൻഡ് WTO റിഫോം ഡിബേറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ന്യൂസ് എന്താണ്? കാസ്റ്റ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റീസെന്റ് എന്ത് ചെയ്യുന്നു? കർണാടക ഗവൺമെന്റ് ക്യാബിനറ്റ് അണ്ടർ CM സിദ്ധരാമയ്യ accepted a decade old socio-economic caste survey conducted in 2015 estimating backward classes at 70% of the population. അതായത് മുസ്ലിംസിനെയാണ് മുസ്ലിംസ് 12.58% emerged as the largest single group. അതായത് OBC റിസർവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കാസ്റ്റ് സെൻസസിനെ ബേസ് ചെയ്തിട്ട് അവർ റേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫോളോ ഔട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കർണാടക റീജിയനിലെ ഡൊമിനന്റ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള വൊക്കാലിഗാസും അതുപോലെ തന്നെ ലിംഗായറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റിപ്പോർട്ടിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. അതിനെന്താ? ഇവര് അൺസയന്റിഫിക് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തെ എന്താണ്? കാസ്റ്റ് സെൻസസ് ഡേറ്റ ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ്. ഇതെന്താണ്? കാസ്റ്റ് സെൻസസ് ഡേറ്റ ഓൾവേസ് എന്താണ്? പൊട്ടൻഷ്യൽ ഫോർ പോളിസി ഫോർമുലേഷൻ ആണ്. കാസ്റ്റ് സെൻസസ് ഡേറ്റ ക്യാൻ പ്രൊവൈഡ് എംപിരിക്കൽ എവിഡൻസ് ഓൺ ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് വേരിയസ് കാസ്റ്റ് ഗ്രൂപ്സ്, പൊട്ടൻഷ്യലി ലീഡിംഗ് ടു മോർ ടാർഗറ്റഡ് ആൻഡ് എഫക്റ്റീവ് പോളിസി ഇന്റർവെൻഷൻസ് ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതുപോലെ തന്നെ റിസർവേഷൻ ഡൈനാമിക്സ് റീഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ഒരു കാസ്റ്റ് സെൻസസുകൾ
ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പാർട്ടികൾക്കാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനാണെങ്കിലും ഇലക്ടറൽ സ്ട്രാറ്റജീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് അവരുടെ ഈ ഒരു ഇലക്ട്രൽ സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ ആണെങ്കിലും ആ ഒരു ഇലക്ട്രൽ പ്രോസസ് എങ്ങനെയാണെന്ന് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാസ്റ്റ് സെൻസസ് ഹെൽപ്പ് ചെയ്യും. ഇനി റിസർവേഷൻ ബ്രീച്ച് ബിയോണ്ട് 50% ലിമിറ്റ്സ്. ഇന്ദിരാ സാഹ്നി കേസിന്റെ ബേസിസിൽ എന്താണ് സുപ്രീം കോടതി 15% ആക്കിയിട്ട് ഈ ഒരു റിസർവേഷൻ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഈ റിസർവേഷൻ എക്സീഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ ഒരു ഇന്ദിരാ സാഹ്നി കേസിന്റെ റെലവൻസ് എന്നാണ്. അപ്പം ഈ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ 50% സീലിംഗിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ദിരാ സാഹ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ചലഞ്ച് ടു ദ സീലിംഗ്, ഈ ഒരു സീലിംഗിന് ഇങ്ങനെ വരുന്ന ഈ ഒരു റിസർവേഷൻ എക്സീഡ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഡിബേറ്റ് ഓൺ റീവാലുവേഷൻ, ഓരോ തവണയും റീവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയെ ബാധിക്കുന്നത് എന്നുള്ളതും നോക്കിയിരിക്കാം. അതുപോലെ തന്നെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കുകയാണത് GS2 പേപ്പർ 2 പൊളിറ്റി ആൻഡ് ഗവേണൻസിലെ ഇഷ്യൂസ് റിലേറ്റഡ് ടു റിസർവേഷൻ, ക്രീമി ലെയർ, കാസ്റ്റ് ബേസ്ഡ് എന്യൂമറേഷൻ, അതുപോലെ തന്നെ ഫെഡറലിസം ആൻഡ് സ്റ്റേറ്റ് ഓട്ടോണമി ഇൻ സോഷ്യൽ പോളിസി റിഫോംസ്, പിന്നെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് കാസ്റ്റ് ഡേറ്റ ആൻഡ് ഇമ്പാക്ട് ഓൺ പോളിസി ഡിസിഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസിൽ നിന്നും നോക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.